എന്തായാലും കുഴപ്പമില്ല, ഇനിയിപ്പൊ എന്നെ കൊന്നാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ എന്താ പറയാ, ഇനിയിപ്പൊ എന്റെ തുണിയില്ലാത്ത ചിത്രം ഇട്ടാലും കുഴപ്പമില്ല, ഞാനായിട്ട് കൂടിയിട്ട് ആ തുണിയില്ലാത്ത ചിത്രം നിങ്ങൾ ഉണ്ടാക്കിയിട്ടിട്ടാലും എനിക്ക് കുഴപ്പമില്ല, എന്ത് തരത്തിൽ നിങ്ങളെ പറ്റിയിട്ട് പറഞ്ഞാലും കുഴപ്പമില്ല, ആ തരത്തിലാക്കി തന്നതാ. എനിക്ക് എത്രമാത്രം ഇഷ്ടമായിരുന്നു എന്നറിയോ? അത് നിങ്ങൾക്ക് അറിയില്ല എന്നൊന്നും പറയുന്നത്. പോലീസ് മാത്രമല്ല, ഗുണ്ടകളും കൂടിയില്ലേ, എന്നിട്ടല്ലേ നിങ്ങൾ ഇതൊക്കെ ഇടുന്നത്. ഈവൻ ലോയർ കൂടിയുണ്ട്, എന്നിട്ടാണ് നിങ്ങൾ കമന്റ് ഇടുന്നത്. ആക്ച്വലി നിങ്ങളുടെ കേരളത്തോടുള്ള ദേഷ്യവും അതുപോലെ തന്നെ ഇംഗ്ലീഷും തമിഴും അതുപോലെ തന്നെ നിങ്ങളുടെ ബാക്കി കമന്റ്സ് കുറച്ച് ശ്രദ്ധിച്ചാൽ നിങ്ങൾ ആരാണെനിക്ക് മനസ്സിലായി. എന്റെ ലൈഫിൽ ഇനിയും എന്റെ വീട്ടുകാരനെയും ബുദ്ധിമുട്ടിച്ചതിൽ ഒരു 50% പങ്ക് നിങ്ങൾക്കുണ്ട്. അപ്പൊ ആരാന്ന് മനസ്സിലായി. പിന്നെ എലിസബത്ത് ഇസ് പുട്ടിംഗ് വീഡിയോസ് വിത്ത് ഹർ ന്യൂ ബോയ് ഫ്രണ്ട് പബ്ലിക്കലി. ഞാൻ അറിഞ്ഞായിരുന്നില്ല. ആരാണത് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ നന്നായിരുന്നു. ഞാൻ അവിടെ ഒറ്റയ്ക്കായിട്ട് ഭയങ്കര ഡിപ്രഷനിലാണ്. അതുപോലെ തന്നെ ഞാൻ കാരണം ആരൊക്കെയോ മരിക്കുന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഈ അമൃത ഹോസ്പിറ്റലിലുള്ള ആൾക്കാരൊന്നും ഒന്നും കണ്ടിട്ടില്ലേ? ഓക്കെ, വലിയ ആൾക്കാരൊന്നും മിണ്ടില്ല എന്ന് നന്നായിട്ട് അറിയാം. പക്ഷെ ചെറിയ കുറച്ച് സ്ത്രീകളൊക്കെ ഇല്ലേ, ഞാൻ ഇന്റെ കാര്യങ്ങൾ കണ്ട സ്ത്രീകള്, ഓരോരുത്തരുടെ അവസ്ഥ കണ്ട ഇങ്ങരുടെ അവസ്ഥ കണ്ട സ്ത്രീകള്, ആർക്കും ഒരു ഇതൊക്കെ കണ്ടിട്ട് ഒന്നും മിണ്ടാൻ തോന്നുന്നില്ല. ഓക്കെ, ഞാൻ ഈ വീട്ടിൽ കൊണ്ടുപോയിട്ടാണ് ഉപദ്രവിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരു 4-5 മാസം നിങ്ങളുടെ തീട്ടവും മൂത്രമൊക്കെ കോരിയിട്ടില്ലേ? അങ്ങനെ തന്നെയാ പറയണേ. ഇനി അതൊക്കെ അൺപാർലമെന്ററി വേർഡാന്നൊക്കെ പറഞ്ഞിട്ട് ക്യാൻസൽ ആക്കുമെന്ന് എനിക്കറിയില്ല. ബട്ട് നടത്തിയ കാര്യമാണല്ലോ. എത്ര കാലം ഉറങ്ങാണ്ടിരുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഇതൊക്കെ പറയാൻ നാവ് പോകുന്നുണ്ടല്ലോ. നല്ല നന്ദികേട് ഭയങ്കര നല്ലതാ. പിന്നെ ഗോഡ്സ് ഗ്രേസ് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷം. ഈവിൾ വുമൻ, നിങ്ങളുടെ ഒപ്പം ഇരുന്നിട്ട് ഈ കമന്റ് ഒക്കെ ഇടേണ്ട എനിക്ക് നന്നായിട്ട് അറിയാം. ഇനിയും കുറെ സംഭവങ്ങൾ വരുന്നുണ്ട്. അതിലും എന്റെ കാര്യം. എലിസബത്ത് ഇസ് ഓപ്പൺലി പുട്ടിംഗ് വീഡിയോസ് വിത്ത് ഹർ ന്യൂ ബോയ് ഫ്രണ്ട്. പിന്നെ കുറെ ആൾക്കാരുടെ ലൈഫ് നശിച്ചു. ഓ മൈ ഗോഡ്, ആരാ ആ ബോയ് ഫ്രണ്ട് എന്ന് നിങ്ങളെ സെലക്ട് ചെയ്ത് ഞാൻ കുറെ ഫോട്ടോ ഇട്ടിട്ടുണ്ട്. അതൊന്നും ആരാന്ന് എനിക്ക് സെലക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. കസ്തൂരി എന്ന വേറെ കീഴിലുള്ള പേരുള്ള ആ ഒരു ആള്, ന്യൂസായിട്ട് ഭയങ്കര ബന്ധപ്പെട്ട ആള്, ഭയങ്കര അടുപ്പുള്ള ആള്. കാരണം എല്ലാവരും കളിക്കണത് പേര് പറയാണ്ട് എന്ത് കുറ്റം പറഞ്ഞാലും കേസെടുക്കില്ല എന്നല്ലേ. അതുകൊണ്ടാണ് വരാത്തത്. പക്ഷെ ഇതില് പല സമയത്തും കേസ് എനിക്ക് വരാൻ ചാൻസ് ഉണ്ട്. ആയിക്കോട്ടെ, ഐ വിൽ സന്തോഷത്തോടെ ആ കേസ് ഞാൻ സ്വീകരിക്കും. കാരണം ഒരാളുടെ വീട്ടിലൊക്കെ തോക്കെടുത്ത് പോയിട്ട് ഭീഷണിപ്പെടുത്തിയിട്ട് പോലും കേസില്ലാത്ത സ്ഥലമൊക്കെയാണ് ഇവിടെ. അതിന് വേണമെങ്കിൽ ഞാൻ പ്രതിയാന്ന് പറയാം, അല്ലെങ്കിൽ സാക്ഷിയാന്ന് പറയാം. കാരണം ഞാൻ ആ വണ്ടിയിലുണ്ടായിരുന്നു. സോ എന്ത് വേണമെങ്കിലും പറയാം എന്നുള്ള ഒരു ഇതാണ്. അതിനൊക്കെ സപ്പോർട്ട് ചെയ്യാൻ ഒരാൾക്കാര് നിങ്ങളുടെ വീട്ടിലേക്ക് ഏതെങ്കിലും ആള് തോക്കെടുത്ത് കയറിയിട്ട് ഭീഷണിപ്പെടുത്തിയിട്ട്, ഓക്കെ എന്ത് തന്നെ പറഞ്ഞാലും ഭീഷണിപ്പെടുത്തി ചെയ്തിട്ടുണ്ടെന്ന് അതിനൊക്കെ സപ്പോർട്ട് ചെയ്യണ ആൾക്കാരുടെ മെന്റാലിറ്റി, ഞാൻ ഇന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറയണമെന്നില്ല. പക്ഷെ അതിനൊക്കെ സപ്പോർട്ട് ചെയ്യണ മെന്റാലിറ്റി ഉണ്ടാവുമ്പോ ഇന്നെ സപ്പോർട്ട് ചെയ്യാൻ ഒരു ചാൻസ് ഇല്ല. ഒരു ഐസ്ക്രീം കഴിക്കാൻ പോയ എന്നെ പോയിട്ട് പിടിച്ചിട്ട് ഒരു കേസിൽ പ്രതിയാക്കാൻ ശ്രമിച്ചത് ശരിയായില്ല. ഇന്നായിട്ട് ഒരു ഭാര്യയുടെ ധർമ്മം നീ ചെയ്യുന്നുണ്ടോ? എന്തിനാണ് ഭർത്താവിനെ ഒരു ഒറ്റയ്ക്ക് ആ ഫ്ലാറ്റിലേക്ക് വിടണേന്ന് പറഞ്ഞിട്ട് ഇന്നെ കൺസേൺഡ് ആ കേസ് നടന്ന ആ ഫ്ലാറ്റിലേക്ക് ഇനിയും കൂടി കയറ്റിക്കൊണ്ടുപോകാൻ പോയതാ. പക്ഷെ ഞാൻ കേറിയില്ല. കേറാത്ത കാരണം എന്നെ കാണിക്കാൻ വേണ്ടിയിട്ട് മോളിന്ന് താഴെ ആ ആളിനെ പിടിച്ചുകൊണ്ട് വന്നിട്ട് എന്നെ കാണിച്ച്, ചേച്ചിക്കൊരു ഹായ് പറയൂ. എന്റെ കൈയും കാലും വരച്ചിട്ട് അപ്പം എന്തുണ്ടായെന്ന് എനിക്ക് പോലും അറിയില്ല. ഓക്കെ, അത് പോട്ടെ. അത് സോ ഒരാളിനെ തോക്കെടുത്ത് ഭീഷണിപ്പെടുത്തിയ ഇത് കേസിലടക്കം ആൾക്കാർക്കൊന്നും മിണ്ടായില്ല. അതില് ആൾക്കാര്
ഈ ഭീഷണിപ്പെടുത്തിയ ആളിനെ സപ്പോർട്ട് ചെയ്യണം. സോ എല്ലാവരുടെയും വീട്ടിൽ ഇപ്പൊ ആൾക്കാർ ഈ വയലൻസ് ഒക്കെ ചെയ്യണതിൽ തെറ്റു പറയാൻ പറ്റില്ല. ആൾക്കാർ അതാണ് സപ്പോർട്ട് ചെയ്യണേ. ഇപ്പൊ നാളെ എന്റെ വീട്ടിൽ വന്നിട്ട് ആരെങ്കിലും എന്നെ കുത്തിക്കൊന്നാലും ആരെങ്കിലും എന്നെ പറയൂ? ഒന്നും പറയില്ല. അവള് വീഡിയോ ഇട്ടിട്ട് അവള് അതല്ലേ പറയുള്ളൂ. ഓക്കെ, ഇതൊക്കെ പല സ്ഥലത്തും പല ആൾക്കാരുടെ വീട്ടിലും നടക്കും, അത്രേ ഉള്ളൂ. പക്ഷെ ഒരു കുട്ടീനെ പറ്റിയിട്ടൊക്കെ ഇത്ര മോശമായിട്ടൊക്കെ പറയാൻ പറ്റുന്നത് എന്നുള്ളത്, നിങ്ങൾ സ്ത്രീയാന്നെനിക്ക് അറിയാം, നിങ്ങൾക്കൊരു ഭർത്താവും കുട്ടിയുണ്ടെന്ന് അറിയാം, പക്ഷെ സ്റ്റിൽ അതിത്തിരി മോശമാണ്. പിന്നെ എന്തുമാത്രം കേരള വിരുദ്ധതയോടോ ഇതിലൊക്കെ. കേരളത്തെ സ്ത്രീകളൊക്കെ ഇത്ര മോശമാണോ? ഓക്കെ, ആണുങ്ങളോട് ചിലപ്പോൾ ചോദിച്ചപ്പോൾ ചിലപ്പോൾ അങ്ങനെ പറയായിരിക്കും. ഓ മൈ ഗോഡ്, ഫീലിംഗ് സോറി ഫോർ ആസ് ഇഫ് ഷീ ഹാഡ് ലോസ്റ്റ് ഹെർ ലൈഫ്. ഓ മൈ ഗോഡ്, യു ആർ വെയിറ്റിംഗ് ഫോർ മൈ ഡെത്ത്. എനിക്കറിയാം നിങ്ങൾ പണ്ടേ അതൊക്കെ വെയിറ്റ് ചെയ്യേണ്ടത്. നിങ്ങൾ മാത്രമല്ല, ആ ഒരു സെറ്റ് ഫുൾ അത് വെയിറ്റ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. അത് നമ്മുടെ ലൈഫ് ലോസ് ചെയ്താലും വലിയ കുഴപ്പമില്ല. ഞാൻ ഓൾമോസ്റ്റ് 1 വർഷം പഠിച്ചതിൻ്റെ MD എൻട്രൻസ് എക്സാമിൻ്റെ 1 മന്ത് മുമ്പാണ് അത് ഹോൾ ടിക്കറ്റ് എടുക്കാൻ പറ്റില്ല. ഈ MD എക്സാമിൻ്റെ 1 മാസം മുമ്പ് നമുക്ക് ഹോൾ ടിക്കറ്റ് എടുക്കണ്ട. അന്ന് ഹോൾ ടിക്കറ്റ് എടുക്കാൻ സമ്മതിച്ചില്ല, എക്സാം എഴുതാൻ സമ്മതിച്ചില്ല. അതായത് ഞാൻ ഒരു 1.5 വർഷം ഇതിനു വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തായിരുന്നു. അത് പ്രിപ്പയർ ചെയ്ത ആൾക്കാർക്ക് അതിന്റെ ബുദ്ധിമുട്ടൊക്കെ അറിയാം. കുറെ കാലം ഓർക്കൊഴിച്ചൊക്കെ ഇരുന്നിട്ടൊക്കെ തന്നെയാണ് പഠിച്ചോണേ. അപ്പോ ഓക്കെ, അത്രയ്ക്ക് ഇഷ്ടമുള്ള കാരണമാണ്. ഓക്കെ, ഇനി ആ ഒരു പ്രശ്നം കാരണം ലൈഫ് ഇല്ലാണ്ടാവണ്ടെന്ന് വിചാരിച്ചു. പക്ഷെ അന്ന് ഒരു വഴക്കുണ്ടായപ്പോ നല്ലൊരു അടി കിട്ടിയായിരുന്നു. അടി എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി അടി. ഒരു 5-6 സെക്കൻഡിലേക്ക് ഒരു ഗ്രേ കളറാണ് അടി കിട്ടി കഴിഞ്ഞിട്ട്. അതെന്താണെന്ന് അറിയില്ല. ഞാൻ ഡോക്ടറാണ്, പക്ഷെ എനിക്കറിയില്ല എന്താണ് ആ ഒരു കാരണം എന്ന്. ഓക്കെ, വീണ്ടും വീണ്ടും വായിക്കാൻ തോന്നും. വൈ ഫീലിംഗ് സോറി ഫോർ ഹെർ ആസ് ഇഫ് ഷീ ഹാഡ് ലോസ്റ്റ് ഹെർ ലൈഫ്. അടിപൊളി. പിന്നെ അതായത് ഇനി എന്തായാലും കുഴപ്പമില്ല, ഇനിയിപ്പൊ കൊന്നാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ എന്താ പറയാ, ഇനിയിപ്പിന്റെ തുണിയില്ലാത്ത ചിത്രം ഇട്ടാലും കുഴപ്പമില്ല. ഞാനായിട്ട് കൂടിയിട്ട് ആ തുണിയില്ലാത്ത ചിത്രം നിങ്ങൾ ഉണ്ടാക്കിയിട്ടിട്ടാലും എനിക്ക് കുഴപ്പമില്ല. എന്ത് തരത്തിൽ നിങ്ങളെ പറ്റിയിട്ട് പറഞ്ഞാലും കുഴപ്പമില്ല. ആ തരത്തിലാക്കി തന്നതാ. എനിക്ക് എത്രമാത്രം ഇഷ്ടമായിരുന്നു എന്നറിയോ? അത് നിങ്ങൾക്ക് അറിയില്ല എന്നൊന്നും പറയുന്നത്. എന്നിട്ട് ഇങ്ങനെ ഇതൊക്കെ പറയാൻ പറ്റിയെന്ന് ആലോചിക്കുമ്പോ അത് ഞാന് കുറെ കാലം എന്തെങ്കിലും ആവട്ടെ, വാട്ടെവർ, ബൈ.